ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 1 മന്തായിട്ട് ഞാൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നതേയില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ 1 മന്തായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ പോലും ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര എക്സ്ട്രീംലി ബാഡ് കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു കോസാറക്സിൻ്റെ ഒരു ടോണറാണ് യൂസ് ചെയ്തത്. അടിപൊളി ടോണറാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു AHA/BHA ടോണറാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കോസാറക്സിൻ്റെ തന്നെ സ്നെയിൽ മ്യൂസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നെയിൽ മ്യൂസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓൾറെഡി ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ട് കാണും. ഇത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒന്ന് പ്ലഫ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് നല്ല ബ്രൈറ്റനാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഈ സ്നെയിൽ മ്യൂസിൻ ആക്ച്വലി ഡയറക്റ്റായിട്ട് അവരുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ആക്കാവുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള സ്കിന്ന് ആൾക്കാരൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സെറം ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഡാം ഫേസിൽ നമ്മൾ അല്ലെങ്കിൽ ടോൺ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഡാം ഫേസിൽ ഇത് യൂസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലിപ് ബാമാണ്. ആക്ച്വലി എൻ്റെ ഒറിജിനൽ ലിപ് ബാം എന്ന് പറയുന്നത് എൻ്റെ ഹോസ്റ്റലിലാണ്, ഞാൻ ഡോട്ട് ആൻഡ് കീയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും സുഡിയോയിലെയാണ്. ആക്ച്വലി ഇങ്ങനത്തെ സുഡിയോയുടെ മാക്സിമം യൂസ് ആക്കാതിരിക്കുക. ബിക്കോസ് അവിടുത്തെ ക്വാളിറ്റി കുറവാണ്, അതേപോലെ തന്നെ പ്രൈസ് കുറവുള്ള പോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലത്തത് യൂസ് ആക്കാതിരിക്കുക. എൻ്റെ ഹോസ്റ്റലിലായതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പം യൂസ് ആക്കാത്തത്. അപ്പോൾ ആ ഒരു സ്നെയിൽ മ്യൂസിൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല രീതിയിലൊന്ന് പ്ലംനെസ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും. അത് അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വെച്ചുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ആ ഒരു ഡാം സ്കിന്നിൽ വേണം നമ്മൾ ഹൈറലോണിക് ആസിഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹൈറലോണിക് ആസിഡ് എന്തിനാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്റ്റ് ആകാൻ, ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഹൈറലോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹൈറലോണിക് ആസിഡിൻ്റെ ഏറ്റവും വലിയൊരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഏതൊരു കോൺസെൻട്രേറ്റഡ് ആസിഡിൻ്റെ കൂട്ടത്തിലും ഈ ഹൈറലോണിക് ആസിഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ദ വൺ തിങ് വിച്ച് വി നീഡ് ടു നോ അബൌട്ട് ദിസ് ഇസ് ദാറ്റ് നമ്മൾ എപ്പോഴും ഒരു ഡാം സ്കിന്നിൽ വേണം നമ്മൾ ഹൈറലോണിക് ആസിഡ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ വേഴ്സൺ ആയിട്ടേ പറ്റത്തുള്ളൂ. ഇതിനൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം ഹൈറലോണിക് ആസിഡിനെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ ഹൈറലോണിക് ആസിഡൊക്കെ അബ്സോർബായി കഴിയുമ്പോഴേക്കും മാത്രം നമ്മൾ ഡ്രൈ സ്കിന്നിൽ മാത്രം വൈറ്റമിൻ സി ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് വൈറ്റമിൻ സി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മോർണിംഗ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ബിക്കോസ് പണ്ടൊക്കെ നൈറ്റ് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് നമ്മൾ മോർണിംഗ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ വൈറ്റമിൻ സി എന്തിനാണെന്നറിയാലോ, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോഴേക്കും വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ടും SPF നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇരിക്കണം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിൽ വൈറ്റമിൻ സി അബ്സോർബ് ആയി കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഒരു ഡെർമാക്കോ, എനിക്ക് ഡെർമാക്കോയും തമ്മിൽ എപ്പോഴും തെറ്റിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡെർമാക്കോയുടെ കോജിക് ആസിഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നമുക്ക് വൈറ്റമിൻ സി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കോജിക് ആസിഡ് ലെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ചില ആസിഡിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് കോജിക് ആസിഡ് ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് AHA/BHA കൂട്ടത്തിലൊക്കെ കോജിക് ആസിഡ് ലെയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, AHA/BHA സെറത്തിൻ്റെ കൂട്ടത്തിൽ. ടോണർ എന്നൊക്കെ പറയുന്നത് മൈൽഡ് ഫോം അല്ലേ, അപ്പോഴേക്കും നമുക്കത് അങ്ങനെ യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇത് തന്നെ ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് മുഖത്തെ പാടുകളൊക്കെ മാറ്റണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് കൺസിസ്റ്റൻസി മസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് വെച്ച് കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിന്നെയും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് വെച്ചൊരു സ്കിൻ കെയർ റൊട്ടീൻ കണ്ടില്ല. ഇത് ആക്ച്വലി ഞാൻ മെയിനായിട്ട് മോർണിംഗിൽ ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സിയുടെ. ആക്ച്വലി ഈ ഒരു പാറ്റേൺ ആണെങ്കിലും ഞാൻ വൈറ്റമിൻ സി എപ്പോഴും ഞാൻ മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നൈറ്റിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ മിക്കപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് നിയാസിനമൈഡാണ്, അല്ലെങ്കിൽ കോജിക് ആസിഡ് സെറം. ബിക്കോസ് കൺസേൺ അനുസരിച്ചിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിയാസിനമൈഡ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കോജിക് ആസിഡ് യൂസ് ചെയ്യും. അങ്ങനെയായിരിക്കും ഞാൻ യൂസ് ആക്കൽ.
പിന്നെ എൻ്റെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെന്തെങ്കിലും മാറിയിട്ടുള്ളത്. ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വന്നിട്ടാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് കാര്യം യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്നെയിൽ ജ്യൂസ് യൂസ് ആക്കുമ്പോഴേക്കുള്ളത്, വൈറ്റമിൻസ് യൂസ് ആക്കുമ്പോഴേക്കുള്ള എല്ലാ കാര്യവും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഈ സ്നെയിൽ മ്യൂസിൻ്റെ കാര്യം പിന്നെ ഈ സ്നെയിൽ മ്യൂസിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ബിക്കോസ് ചില ആൾക്കാർക്ക് ഈ സ്നെയിൽ മ്യൂസ് യൂസ് ആക്കുമ്പോഴേക്കും റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ പ്ലീസ് കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് എൻ്റെ ചെന്നിനായിട്ടുള്ള എന്താ പറയേണ്ടത്, ഞാൻ ആ ഒരു ഇത് ഞാൻ പറയുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ലിപ് ബാമിനെ കുറിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ലിപ് ബാം ഈ സുഡിയോയിലത്തെ ഈ സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ സുഡിയോയിലത്തെ യൂസ് ആക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ ബാഗിൽ ഇടുന്നതാണ്. ലൈക്ക് ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ നേരം നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ലിപ്പ് ഡ്രൈ ആകുവാണെങ്കിൽ യൂസ് ആക്കാൻ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇത് വാങ്ങിയത് പോലെ തന്നെ ഉണ്ട്. അതായത് അങ്ങനെ അധികം യൂസ് ആക്കലില്ല. അതാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ മറന്നു എൻ്റെ ലിപ് ബാം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡോട്ട് ആൻഡ് കിൻ്റെ ലിപ് ബാമാണ്, അത് അടിപൊളിയാണ്. അതുകൊണ്ട് ലിപ് ബാം ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ലിപ് ബാം ഇട്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം AHA BHA ക്ലാരിഫൈങ് കോസ്മെറ്റിക്സിൻ്റെ ഗായ്സ്, ഇത് മസ്റ്റ് ട്രൈ സംഭവമാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നമ്മുടെ ഫേസിൽ എന്താ പറയേണ്ടത്, അത്രയ്ക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഞാൻ വേറൊരു ടോണറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയേണ്ടത് എക്സ്ഫോളിയേറ്റിംഗ് ചെയ്യുന്നൊരു ടോണറാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ റെക്റ്റിനോളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ടോണറിൻ്റെ ഫോമിലാണ്. നമ്മൾ റെക്റ്റിനോളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ടോണർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു പർട്ടിക്കുലർ ബോട്ടിൽ കുറച്ചും കൂടെ ഉള്ളൂ. എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, കുറച്ചും കൂടെ ഉള്ളൂ. കണ്ടില്ല, ഇത്രയും ഞാൻ യൂസ് ആക്കിയപ്പോൾ എൻ്റെ പകുതി യൂസ് ആക്കിയപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോസാറക്സിൻ്റെ സ്നെയിൽ ജ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് ചെയ്യുമ്പോഴേക്കും നമ്മൾ യൂസ് ആക്കുമ്പോഴേക്കും ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ചില ആൾക്കാർക്ക് സ്നെയിൽ ജ്യൂസിൻ്റെ അലർജീസ് ഉണ്ട്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും യൂസ് ആക്കരുത് കേട്ടോ. പിന്നെ ഡാം സ്കിന്നിലേ നമ്മൾ യൂസ് ആക്കാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ സി എപ്പോഴും മോർണിംഗ് യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അത്രയ്ക്ക് നല്ല നമുക്ക് മോർണിംഗ് യൂസ് ആക്കുമ്പോഴേക്കുമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ മോർണിംഗ് യൂസ് ആക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു SPF യൂസ് ആക്കാൻ മറക്കില്ല. ഓക്കെ, ഇത് മിനിമലിസ്റ്റിൻ്റെ SPF ആണ്. കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇത് മിനിമലിസ്റ്റിൻ്റെ SPF ആണ്. അപ്പോൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് അത് വെക്കേണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അലർജീസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഹൈഡ്രോണിക് ആസിഡ് മെയിനായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസ് ഒന്ന് എന്താ പറയേണ്ടത് ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അതിനാണ് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോണിക് ആസിഡ് ഇപ്പോൾ നമ്മൾ ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആസിഡാണ് ഈ ഹൈഡ്രോണിക് ആസിഡ് സെറം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോണിക് ആസിഡ് നമ്മൾ ഈ സ്നെയിൽ മ്യൂസിൻ പറഞ്ഞ ഡാം സ്കിന്നിൽ യൂസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നമ്മൾ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ദെൻ ഏറ്റവും അവസാനം ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രീമാണ് കോജിക് ആസിഡ് ക്രീം. ഇത് മെയിനായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് ഫേസ് ക്രീം ഫോർ പിഗ്മെൻറ്റേഷൻ. അതാണ് എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. എൻ്റെ നേരത്തെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ്, ടെട്രാ ഹൈഡ്രോക്കോ കുർക്കുമിൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പം ഏതൊരു ഇപ്പം റെറ്റിനോൾ യൂസ് ആക്കുവാണെങ്കിൽ നമുക്ക് കോജിക് ആസിഡ് നമുക്ക് യൂസ് ആക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പം ആസിഡിനെ പറ്റിയിട്ട് സെറം നമ്മുടെ ഫേസിൽ എപ്പോഴും യൂസ് ആക്കുമ്പോഴേക്കും നമുക്ക് കണ്ണിച്ചില്ല ആൾക്കാർക്ക് സെറം യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പിടിക്കത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയറിങ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. അങ്ങനത്തെ സെറത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ സ്കിൻ ടൈപ്പ് എൻ്റെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്ന് ആകുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഒരുപാട് യൂസ്ഫുൾ ആകും. ട്രസ്റ്റ് മീ, ഞാൻ ഒരിക്കലും എൻ്റെ ഫേസിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മിതം ആയിട്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ പണ്ടത്തെ ഫോട്ടോയിലും കമ്പയർ വെച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ടെന്ന്. ആൻഡ് ഓൾസോ ഗൈസ്, ഇത് 1 വീക്കോ 2 വീക്കോ 2 ഡേയ്സോ 3 ഡേയ്സോ കൊണ്ട് വന്ന മാറ്റമല്ല. ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട്
ഇഷ്ടപ്പെട്ടു. 2-3 മന്ത്സ് എടുത്തിട്ട് വന്നിട്ടുള്ള മാറ്റമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കുറേ നാൾക്ക് ശേഷം എടുത്ത വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.